Hello guys, welcome to my YouTube channel. This is your AK speaking. ഞാൻ ആക്ച്വലി ഇന്ന് കളിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ COD ആണ്. ഇന്നൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ക്ലാൻ ഉണ്ട്, ലൈക്ക് വൂൾവറൈൻ സ്ക്വാഡ് ക്ലാന്. സോ അവർ ലൈക്ക് ചലഞ്ച് ചെയ്തു, ലൈക്ക് ഇന്ന് 100 സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ, ലൈക്ക് നിങ്ങൾ മറ്റേ മാച്ച് പോകാതെ എന്ന് വെച്ചാൽ ഞാനൊരു 2 vs 2 എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു. പക്ഷേ അവർ പറഞ്ഞു അത് പോകാതെ ഞങ്ങളുടെ ക്ലാനിനെ അടിക്കാൻ പോകും. ഞങ്ങൾക്ക് വോൾട്ടർ എന്ന് പറഞ്ഞ ആളും കൂടി, ലൈക്ക് വോൾട്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിനാണ് മോനു, അവൻ കിടിലൻ പ്ലെയറാണ്. സോ അവനെയും കൂടി കൂട്ടുപിടിച്ചിട്ട് വൂൾവറൈൻ സ്ക്വാഡ് ലൈക്ക് ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൾ സൈഡിനെ എന്നെയും അടിക്കാമെന്നിങ്ങനെ ഒരു വിളിച്ചിരുന്നു ഗ്രൂപ്പിൽ. സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ലെറ്റ് സീ വാട്ട് ദേ ഗോണ മേക്ക്. ആക്ച്വലി ഒരു കളിയിൽ ഞാൻ ഒറ്റയ്ക്ക് വൂൾവറൈൻ സ്ക്വാഡിനെ ഫുൾ അടിച്ച് തീർത്തതാണ്. സോ ഈ വട്ടം എനിക്ക് എൻ്റെ കൂടെ നൾ സൈറ്റ് ഉണ്ട്, ആസ് യു നോ നൾ സൈറ്റ് ക്രിസ്റ്റി എബ്രഹാം. സോ ലെറ്റ് സീ എന്താണ് അവർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. മേ ബി ദേ വിൽ ഹാവ് സ്ട്രാറ്റജി ഓർ സംതിങ്. മേ ബി നമ്മൾ ഫെയിലിയർ ആവും, ഇറ്റ്സ് ഓക്കെ. ബട്ട് നമ്മൾ റിവെഞ്ച് അടിക്കാൻ നമ്മൾ ചെയ്തിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ കളി എങ്ങനെയും പിടിക്കാനായിട്ട് നോക്കും. ലെറ്റ്സ് നമുക്ക് ആദ്യം അവരുടെ റൂമിലേക്ക് കയറാം. അവർ റൂമിലേക്കുവാന്ന് പറഞ്ഞു. ലൈക്ക് അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് എന്താണ് ഇല്ലല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, ലൈക്ക് ഇതിൻ്റെ അകത്ത് വാൾട്ടർ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും അറിയാം വോൾട്ടർ ആരാന്ന്, ലൈക്ക് ഞങ്ങളുടെ കൂടെ കളിച്ച വോൾട്ടർ ആരാന്ന് എല്ലാവർക്കും അറിയാം. സോ അവനെയും ലൈക്ക് അവർ ലൈക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളെ കൊല്ലാനായിട്ട്. ലൈക്ക് ഈ പറയാമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് തെക്കേമലയിൽ നിന്ന് ആൾക്കാരെ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ, ഡൽഹിയിൽ നിന്ന് ആൾക്കാരെ ഇറക്കിയിട്ടുള്ള പോലെ മോനുവിനെ നിങ്ങളങ്ങ് ഇറക്കി. സ്വാഭാവികം. മോനുവിനെ ഇച്ചിരി ടെററാണ് മോനു എന്നറിയാം. ലൈക്ക് ഐ മീൻ ദ വോൾട്ടർ ഇച്ചിരി ടെററാണെന്ന് അറിയാം, എനിക്കറിയാം. ബാക്കി എല്ലാവരും കഞ്ഞികളൊക്കെയാണ്. ആദർശ് സ്ട്രാറ്റജിസ്റ്റ്. ഓക്കെ, ബാക്കി എനിക്കൊന്നും വലിയ കിടിലായിട്ട് തോന്നിയിട്ടില്ല. ഗൗരിക്ക് ഈഗോ ഹേർട്ടായെന്ന് പറയാം. ഹലോ. ഒന്നുമില്ല സാർ, ഞാൻ സാറിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. സാറ് താഴേക്ക് ഇറങ്ങിക്കോ. എല്ലാരും ആയോ? ക്രിസ്റ്റി ഞാൻ ഓർത്തില്ല. ഇറ്റ്സ് ഓക്കെ. ഇനി ഒരു ഇതും കൂടി ഉണ്ട്, വേണമെങ്കിൽ അത് സഫി വന്നിട്ട് വേണമെങ്കിൽ സഫിക്ക് വേണമെങ്കിൽ അതിൽ കയറിയിട്ടൊന്നും ആക്കായിരുന്നു. അതാകുമ്പോ കറക്റ്റായി. നിങ്ങൾ സഫിയ വാ, അറ്റ്ലീസ്റ്റ് ഇറ്റ് വിൽ ബി വെരി നൈസ് ആക്ച്വലി. നമുക്ക് നോക്കാം. ബ്രോ കളിക്കുന്ന കാണാനാ ഈ ചേച്ചിക്ക് വേണ്ടടാ. ഒരുമിച്ച് തോപ്പിക്കാം. മോനു ഒക്കെ ഇപ്പൊ നിങ്ങളുടെ ടീമാ. കളഞ്ഞതാണ് ഞാൻ. മോനു ഒക്കെ ഉണ്ട് അവരുടെ കൂടെ. അതാണ് ആകെ ഉള്ളൊരു ത്രെട്ട് മോനുമാണ്. മോനുവും എനിക്ക് പറയാനൊന്നുമില്ല. എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ പറയാനായിട്ട്. കില്ലിങ് എന്നുള്ള കാര്യം മാത്രമേ എന്റെ മൈൻഡിലുള്ളൂ. പക്ഷെ ഇന്ന് തോറ്റു കഴിഞ്ഞു ഞാൻ മേലെ ഒരുത്തിനോട് മണ്ടത്തില്ല. വീഡിയോക്ക് വേണ്ടിട്ടെങ്കിലും അതിലൊക്കെ ജയിച്ചായിരുന്നു. ശരി, ഇത് മെയിൻ കളിയല്ലേ? വേറെ റൂൾസ് ഒന്നും ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ. ഒരു റൂളേ ഉള്ളൂ, ഞാൻ അടുത്ത് വരുമ്പോ അങ്ങ് തന്നേക്കണം. അത് എനിക്ക് പറയുള്ളൂ. എനിക്ക് മോനുവിനോടെ പറയുള്ളൂ. മോനു, ഞാൻ എന്റെ കസിനാണ്. നീ താഴേക്ക് ഇറങ്ങ് സഫിയ ചേച്ചി, താഴേക്ക് ഇറങ്ങ്. ഇറങ്ങ് സഫിയ, ഇറങ്ങ് താഴേക്ക്. ആഗ്രഹത്തിന് കളിക്കട്ടെ. നീ ഫില്ലേ. It's okay. 2 versus 5. Let's see. സഫിയെ, വേണ്ട, എനിക്ക് അതാ വേണ്ടത്. എനിക്ക് നിക്കർ പോലും അല്ല, എനിക്ക് ഒന്നും ഇടാൻ. ചേച്ചി ഇറങ്ങത്തി ചേച്ചി താരെ. പൊതുവെ ഞാൻ പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ടോ? പൊതുവെ ഞാൻ ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കത്തില്ലടാ. ഞാൻ സഫിയെ ഗൗരിനെ വെടി വെക്കത്തില്ല. വല്ലാത്തൊരു ഇതാണ് എനിക്ക്.
ആണല്ലേ വെടിവെച്ച് അത് കയറി പക്ഷേ ആയിരം ഞാൻ പക്ഷേ shock ആണ്. പക്ഷേ അത് ഞാൻ നിന്റെ അപ്പനെ വിളിക്കുമ്പോ അതൊക്കെ കാണിക്കും. അവര് വെടിവെച്ചോളൂ, കുഴപ്പമില്ല. ഇന്ന് ജെൻഡർ ഈക്വാലിറ്റി ആയിരിക്കും ഞാൻ ഇന്ന് അറിയും പെണ്ണ് ആണെന്നൊന്നുമില്ല ഇന്ന് അറിഞ്ഞ് ചോര മാത്രമാണ് താഴെ ഒഴുകാൻ പോകുന്നത്. ലേഡി മോനെ സഫിയ തുടങ്ങ്, പെട്ടെന്ന് തുടങ്ങ്. സഫിയ ഗൗരി മാത്രമേ ഉള്ളൂ സഫിയ അവിടെ പെണ്ണായിട്ട്. താഴെ സോ അറ്റ്ലീസ്റ്റ് ഒരു ഇതിന് വേണ്ടി പോകണം. ഇല്ല ഞാൻ കിക്ക് ഔട്ട് ചെയ്തോളാം. അവള് ഐ വിൽ നോട്ട് ലെറ്റ് അതെ, എനിവൺ ടു ശരിയാണ്. സ്പെക്ടേറ്റ്. ഐ വിൽ നോട്ട് ലെറ്റ് എനിവൺ ടു അവള് സ്പെക്ടേറ്റ്. 100 ഇല്ല 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 ആണുങ്ങൾക്ക് ഇല്ല ഇല്ല ഞാൻ തുല്യമാണ്. പറഞ്ഞു അന്ന് ഐ താൻ വിൽ എന്നെ നോട്ട് ലെറ്റ് എനിവൺ ടു Kick out സ്പെക്ടേറ്റ്. ഓക്കെ confirm. ബൈ. കിക്ക് ഔട്ട് കൺഫേം. സഫിയ 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 ഇത് ഒരു സ്ലോട്ടും കൂടെ ഉള്ളു സഫിയ, ഫില്ല് ചെയ്യും. നമുക്ക് സംഭവം അതുകൊണ്ടാണ് കിട്ടുന്നില്ല. പറഞ്ഞത് പ്ലീസ്. ഞാൻ കളിക്കുന്നില്ല. ഓക്കെ ദെൻ ലീവ് ഇറ്റ്. ഇവിടെ ഒരു നായുണ്ട് ഞാൻ എപ്പോ ക്രിസ്റ്റി, കളിക്കാൻ കയറിയാലും അത് ക്രിസ്റ്റി. കുറയ്ക്കും അപ്പുറത്ത് കിടന്ന് അറിയാനെങ്കിൽ തോന്നുന്നു എന്താ. കിക്ക് ഔട്ട് ഓക്കെ ഞാൻ നിന്നെ ഇതാക്കണം. അയ്യോ ഇതിനകത്ത് ലീഡറാക്കാൻ പറ്റത്തില്ല. മാച്ച് റൂമിൽ സോറി സഫിയ, എനിക്ക് ആവുമ്പോഴത്തേക്കും ഗെയിം കഴിഞ്ഞിട്ട് നിന്നെ വിളിച്ചിട്ട് സോറി പറയാം. ഓക്കെ ഓക്കെ ഞാൻ പൊക്കോളാം. പാവം പറഞ്ഞു കിക്കോട്ടാണല്ലോ. അവൾ എന്ത് വിചാരിക്കോട്ടെ എന്നെ പറ്റിയിട്ട്. ഞാൻ ഒരു പാവല്ലടാ. നിന്റെ ഞാൻ ഒന്നും പറയുന്നില്ല, വിട്ടേക്ക്. ഞാൻ അതിനേക്കാളും വലിയ ക്രൂരനാണ്. ഇവിടെ ആരെയും ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്. അതിപ്പോൾ എനിക്ക് അങ്ങനെ ആരൊന്നും ഇല്ല. ഞാൻ കളി തോറ്റാലും സീനാണ്, കളി ജയിച്ചാൽ ഓക്കെയാണ്. അപ്പോൾ എടുത്തോടാ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഏത് മാച്ച് വേണോ എടുത്തോ, എനിക്ക് കൊല്ലമുള്ളയാ. അതിനോ ഓ സ്റ്റാർട്ട് കൊടുക്കുവാണേ. ശരി എന്തോ താഴെ 4 കിടിലങ്ങളാണ് റഷ് ഉള്ളത്. അല്ലയോ? ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്കറിയാടാ നീ എന്തിനാ റഷ് ഇങ്ങനെ പറഞ്ഞത്. അതിനോടാ ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ ഒന്നും പറഞ്ഞില്ല. സ്റ്റാർട്ട് എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ട് എനിക്ക് അറിയണം. എനിക്ക് ആ ഗൗരിനെയാണ്. ഗൗരി കുറെ വെല്ലുവിളിച്ചാണ്. എന്റെ കണ്ണല്ലേ അല്ല ലൈക്ക് ഒരാൾ വന്നില്ലടാ. ലൈക്ക് പ്രീ മാച്ചിങ് ഇല്ലാത്ത കിടക്കുവാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു സാൽവത്തോർ എല്ലാരും വന്നു. ഇപ്പൊ ഭയങ്കര സീനാട്ടോ. എന്തടാ ലോഡ് ഔട്ട് ചേഞ്ച് ആവോടാ പടപട. എനിക്കും അത് പ്രശ്നമുണ്ട് മോനെ. നിക്കേ മോനും എന്തായാലും ഇവിടെ ഒരു പട്ടി ഉണ്ടാ തൊട്ടപ്പുറത്തെ വീട്ടിലെ. കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ എപ്പോ കീറോ അപ്പൊ കുറയ്ക്കാൻ തുടങ്ങും നായിനെ. പണ്ട് ഞാൻ ഒരുത്തിയെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ ആയിരുന്നു. പട്ടി എന്നെ കാണുമ്പോ എപ്പോഴും കുഴയ്ക്കും. പറച്ചിലടി ഞാൻ രാത്രി അവിടെ വീട്ടിൽ കയറുന്ന പോലെയാണ്. എടാ ഞാൻ വലിയായിട്ട് പോകുന്നില്ല കേട്ടോ, നീ ആദ്യം പോയി ചത്തിട്ട് വാ. കാരണം എനിക്ക് ഇവിടെ തോറ്റ് കഴിഞ്ഞാൽ നാണക്കേട് ഈ സ്ഥലം ഏതാന്ന് അറിയാലോ. അപ്പുറത്ത് 4 പേരാണ് കളിക്കുന്നത്. എടാ നമുക്ക് ഒരുമിച്ച് കളിക്കാം. എനിക്ക് കാരണം മോനും എന്തായാലും വാശിയിലായിരിക്കും കളിക്കുന്നത്. വാൾട്ടർ മോന് ഒരു വാൾട്ടർ സ്വഭാവം കാണിക്കാൻ. സത്യം വീണ്ടും വന്നേ പാവം. എന്തോ എടാ കടയാടി മോനെ എന്നെ ഇവിടെ. ഓക്കെ അത് മതി. ഗൗരിയല്ലേ തോന്നുന്നു. നോക്കിയപ്പോ ഞാൻ നീയാണെന്ന് വിചാരിച്ചു ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തടാ. മോഹാമോഹം നോക്കിക്കുവായിരുന്നു. ഹെഡ് ഷോട്ട് ആരാടാ എനിക്കറിയില്ല. ഞാൻ നോക്കുക. പോവല്ലേ ഞാൻ വലിയായിട്ട് നോക്കട്ടെ. എനിക്കൊരു കാരണം എടാ ഇപ്പൊ കുറച്ച് നാളായി ഞാൻ ഇപ്പൊ കളിച്ചിട്ട്. എടാ ശേ ഏതോ എന്നെ കൊന്നടാ. ഐ തിങ്ക് ആരാ കൊന്നേ അറിയില്ലടാ. മറ്റേ എനിക്ക് തോന്നുന്നു മോന് വേണം തോന്നുന്നു. അവന്റെ അല്ലേ യൂസേഴ്സ് നെയിം ഉള്ളത്. ഗൗരിയെ കൊല്ലണമെന്ന് ഭയങ്കര വെയിറ്റ് എടാ തോറ്റല്ലേടാ. കാരണം ഞാൻ ഒരുമാതിരി വെല്ലു വിളിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ തോറ്റ് കഴിഞ്ഞാൽ മൂഞ്ചി ഞാൻ. താങ്ക് യു. അതെന്താടാ എന്ന് ഞാൻ ബോംബിനകത്ത് കയറി മാറ്റി. ബോംബ് വീഴുന്നേ ഇല്ല കുഴപ്പമില്ല. ആ സമയത്ത് ആ ചെറുക്കന്റെ മോനുവിന്റെ ഫ്രണ്ടി വന്ന് വീണു. മാത്രമേ ഉള്ളൂ എനിക്ക്. വരുന്നുണ്ട് അസറിന്റെ ബാക്കില്. കിട്ടിയല്ലോ. എടാ മോനുവിനെ വെറുതെ വിടല്ലേ. ഞാനിപ്പോ മോനെ ഞാൻ ബാക്കി ഇരുന്ന് അങ്ങൊരു കളി കളിക്കാൻ നിന്നില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് മൂഞ്ചുന്നോണ്ടാണ് അവന്മാർ അറിയുന്നത്. ആ കൊസറക്കണ്ണ ഏത് നീളത്താണ് പട്ടി ഇവിടെ തോന്നുന്നു. പോടാ കൊശക്കൊണ്ടി.
എനിക്ക് ആക്ച്വലി അവിടെ ഒളിച്ചിരുന്ന് അവനെ കാണത്തില്ലെന്നാണ് വിചാരം. അവൻ ആരും മായാവി നിന്റെ അപ്പന്റെ കൂടെ കളിച്ചു വളർന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ വാപ്പി കണ്ടാലും ഒന്ന് പേടിച്ചു. ആത്മഹത്യ ചെയ്യാൻ ഇത്ര കൊതിയാണെങ്കിൽ അങ്ങ് കീറി അങ്ങ് ഓടുവാണല്ലോ. സ്മോക്ക് കിട്ടിയല്ലോ കിട്ടിയല്ലോ. സന്തോഷമുണ്ട് ഗൗരി. ഒരു മിനിറ്റ് കുറെ മൂഞ്ചാനിട്ട് നമുക്കിനി ഒരു വെറൈറ്റി പിടിക്കാം. പട്ടി മൂഞ്ചണം. അത്ര കില്ല് നല്ല പോന്നേ. ഇല്ല അങ്ങോട്ട് പോലെ അവിടെ ആൾക്കാരുണ്ട്. ബാക്കി കൂടെ പോയാലോ? അതാണ് പട്ടി വിട്ടിട്ടുണ്ട്. ആദ്യം പട്ടിയെ കൊല്ലും, അത് കഴിഞ്ഞുള്ളൂ ബാക്കി ടോക്ക്. നല്ല വിലയുള്ള പട്ടിയാന്നാടാ പറയുന്നത് കേട്ടെ. എന്താ ജർമ്മൻ ഷെപ്പേർഡാ? എന്റെ നായനെ കൊന്നു. കൊള്ളടാമത്തെ കളി എന്തായിരിക്കും? എന്താടാ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് കറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു നായ്ക്കളില്ല. അയ്യോ അവിടെ ഇത് ഈസി കളി. എനിക്ക് വലിയ വലിയ ആൾക്കാരെ കൊണ്ടുപോടാ. പ്രോ പ്ലേയേഴ്സിനെ കൊണ്ടുപോകാം. ഇമാർക്ക് എനിക്ക് ചീടിക്കാം. വിട് ഞാൻ കുറച്ച് നാളായിട്ട് മറ്റേ ഏതാ ICR ഇട്ട് ഞാനൊന്ന് കളിക്കുവാണ്. അപ്പൊ പെട്ടെന്ന് ആ തടിക്കകത്തൊരു തുള ഇട്ട് ആ തുളക്കകത്തൂടെ വെടിവെക്കുന്ന ഒരു മഹാനുണ്ട് അവിടെ, ഒരു നായി. അവൻ നായി പേടിപ്പിക്കാം. ഞാനും പേടിച്ചു. എടാ എനിക്ക് ഒരു കാര്യം പറയണം. നല്ലത് ചെയ്തവർക്കൊക്കെ നല്ലത് വരും, പന്നത് ചെയ്തവർക്കൊക്കെ പന്നത് വരും. എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നോക്കിയെന്നാണ്. എടാ ഇവനാണെങ്കിൽ മറ്റേ ഇത് വഹിക്കുന്നുണ്ട്. ഇത് ഹറാമാണ്. എടാ ഹറാമായ കണ്ടു വഹിക്കുന്നത്. ഇതിൽ നമ്മൾ ബാക്കി പറ. ഞാൻ പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഞാൻ പറയുന്നതിന് ബാക്കി പറ. ചന്ദ്രനിൽ അറിയാമോ നോക്കട്ടെ. കൊല്ലണോ? ചന്ദ്രനിൽ നല്ല പോവാൻ പറയാം. ഇല്ല എവിടെ ജാട കളിക്കുന്നമാര്. എടാ ഞാൻ ഈ വയലൻസ് ഒക്കെ നിർത്തണമെന്ന് വിചാരിക്കുന്നത്, നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ എന്നെ. ഞാൻ എന്ത് പന്നക്കളിയാടാ കളിക്കുന്നത്. ആ ഷിപ്മെന്റ് ഒന്ന് കിട്ടിയിരുന്നേ അറിയാന്ന് നായ്ക്കളൊക്കെ. നാലോടത്തിന് തീർത്ത മരന്റെ പ്രാവുന്നുണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്യാനാടാ. വയലൻസ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ എന്താന്നറിയില്ല. അയ്യോ ഒരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ്. മൂക്കിനാണെങ്കിൽ 2 ലിറ്റർ മൂക്കളയാണ് വരുന്നത്. എന്തൊരു ശല്യമാണ്. കളിക്കാൻ നേരം എന്തൊരു പനി പിടിച്ചോ? ഇന്നലെ നീ പറഞ്ഞല്ലോ പനി പിടിച്ചോ. എന്ത് ചെയ്യാനാടാ. ടോക്സിക് പീപ്പിൾസ്. എടാടാ അവനെ മറ്റേ ആ കണ്ണും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടേ. ഏതാ റെഗുലേറ്റർ ആണോ? റെഗുലേറ്റർ വരട്ടെ. ചത്ത നീ കൊന്നിട്ടുണ്ട്. ഞാൻ മൂച്ചിക്കളി കളിക്കുന്ന കേട്ടോ. ദേഷ്യം വരുന്നു. ഞാൻ സത്യം അലമ്പടികളാ കളിക്കുന്നത്. ഷാനുവിനെ കൊന്ന്. ഇനി ആരെങ്കിലും ഒരാളെ ഒരു കില്ലും കൂടെ ഉള്ളു. തീർത്തക്കന്മാരെ വേണ്ട. അമ്മാരെ ഇതിൽ ആര് MVP ആവുന്ന അവൻ വത്തക്കുറക്കനാണ്. അപ്പൊ നീ വത്തക്കുറക്ക. ഞാൻ അവിടെ സത്യടി ഞാൻ കൊന്നിട്ടില്ല ആൾക്കാരെ. നീയാണ് ആൾക്കാരെ കൊന്നിട്ടുള്ളത്. സത്യടി ഞാൻ കൊറേ വട്ടം ചത്ത്. സെറ്റ്
ആരാടാ MVP? ഒത്തക്കൊരങ്ങന്നെ. വത്തക്കൊരങ്ങൻ. എന്താ നീ ചാവും ഓ അത് കൊള്ളായിരുന്നു. നൈസ് കളി. ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. സംസാരിക്കടാ. കേക്കുന്നില്ലേ? അടുത്ത കളിയിടാം. നമുക്ക് ഈ മാപ്പ് ഒന്ന് മാറ്റിയിടാം. ഏതാ ഈ മാപ്പ് മാറ്റിയിട്? പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഇതുവരെ പോവാത്ത ആരും ഇതുവരെ കളിക്കാത്തൊരു സ്ഥലമാണ്. ഇപ്പൊ അതിനുമ്പോ മാപ്പ് ഡൗൺലോഡ് ആയിട്ടില്ലെന്ന് കാണിക്കും. അറിഞ്ഞിടും എല്ലാത്തിനും എങ്ങനെയാ രാത്രിയാണ് ഞാൻ മാപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത. അല്ല നോക്കട്ടെ, ഞാൻ നല്ലൊരു സ്ഥലം ഇടട്ടെ. വീട്ടിൽ സ്റ്റാൻഡ് ഓഫിൽ ഒരു പറ്റിയ സ്ഥലമുണ്ട്. ഷിപ്മെന്റ് എടാ റെഡി എന്റെ പ്രൈവറ്റ് ബോട്ടിലാണ് ഇന്നത്തെ കളി. തുടങ്ങ സ്റ്റാർട്ട്. ഒരു കളി ജയിച്ചു. ഇനി അടുത്ത കളി നമ്മൾ തന്നെ ജയിക്കും. ഇതിൻ്റെ അകത്ത് എന്തിരിക്കുന്നു? അസറേ എന്താണ് മോനെ പറ മുത്തേ. കൊറേ പേരങ്ങ് ചോദിക്കുന്ന ഈ വീഡിയോ ഇട്ടിട്ട് നിനക്ക് എന്താണ് കിട്ടുന്നത്, നാണമില്ല പോയി ജോലി എടുക്കാനൊക്കെ. പക്ഷെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരുത്തന് ഈ മൂഞ്ചി കാണിച്ച് വീഡിയോ ഇടാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞാൽ മതി എന്റെ അടുത്ത്. പക്ഷെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ. എടാ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നല്ല മക്കളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണാടി അടിക്കാനായിട്ട് അറിയാം. കോണാടി എന്ന് വെച്ചാൽ എടാ മക്കളെ ഒരു ചെയ്യുന്നമാരെ കൂടെ എടാ മൈരമാർക്ക് ഒരു കിണ്ടിയോ ഉണ്ടാക്കാൻ അറിയത്തില്ല. മയിര് എടാ അവന്മാര് മണ്ടക്ക് കയറിയിരിക്കണേ. നമ്മളെ ഞാൻ പോയി കില്ല് തരത്തില്ല. പോളാ കരി പറഞ്ഞ പോലെ മറ്റേ ഏണിയില്ല ബാക്കിലെ. പക്ഷെ ബാക്കിലെ ഏണിയില് അവിടെ ആള് കാണുക കൺഫേം. ബോംബ് വെച്ചിട്ടുണ്ട്. അത്ര പോലെ സ്മോക്ക് ഇട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഈ സ്മോക്ക് ഇട്ട് പറത്തുന്നു അവിടെ. കണ്ണ് കാണല്ലോ ഒട്ടി വെച്ചു. എന്നിട്ട് ഇപ്പുറത്തെ ഏണി കൂടെ കയറാം. വാ. അതാ ഞാൻ നോക്കണേ. പക്ഷെ ഇപ്പുറത്തെ ഏണി ഇല്ലടാ. അത് അപ്പുറത്താണ്. മറ്റേ അവിടെ ആ സൈഡിലാണ്. ഗൗരി എനിക്ക് അവളെ അടിക്കണമെന്നുണ്ടായിരുന്നു. സംഭവം വെച്ചാൽ വലിയ അടുത്തോളം നിന്നെയാണ് അങ്ങ് അറിഞ്ഞു വിട്ടു ഞാൻ. എവിടെ മോനെ ആരടാ? കൂടുതൽ ഒസ്താ നിൽക്കല്ലേ. അവന്മാരെ അറിഞ്ഞിട്ട് പോകും. പോടാ മയില് മൂഞ്ചി വീക്കിൽ അങ്ങോട്ട് പോയതായിരുന്നു. കുഴപ്പമില്ല. കൊന്നു നമ്മക്ക് കൊന്ന നീ നിന്നെ കൊന്നു. ഞാൻ ചൊല്ലടാ വന്ന് ഒരു മിനിറ്റ്. എടാ സംബന്ധിച്ച ഞാൻ ഇങ്ങനെ കേറിയിട്ട് മേളിലേക്ക് ചുമ്മാ നോക്കുക. എല്ലാണോ മേളിലേക്കുന്നത്? മേളിലേക്ക് ഒരു ബോംബ് കിട്ടുക. ഓ മയില് തിരിച്ചിട്ട് നീ ഇവിടെ നാടാ എനിക്ക് അടി വന്നേ. ബേസ്മെന്റ് ഉണ്ട് ഇവിടെ അല്ലേ? പോടാ കാണിച്ചു. മേളിലാണോ മാരി? താഴെ എല്ലാണോ താഴെ. എടാ എന്തുവാടാ അറിഞ്ഞിട്ടാ മയില് ബാക്കിന്ന് ഫ്രണ്ടിന്ന് സൈഡിന്ന്. കുഴപ്പമില്ല.
ഞാൻ ഇപ്പോഴും എൻ്റെ സ്കോർ സ്ട്രീക്ക് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അറിയാത്തന്നല്ല നായ്ക്കളൊക്കെ. അലമ്പാടാ. മുഞ്ചണം മുഞ്ചണം. നെക്സ്റ്റ് എടാ എനിക്ക് ആ മോനുവിനെ കയ്യിൽ കിട്ടണം. എനിക്ക് അവനെ അറിഞ്ഞേ പറ്റൂ. നീ ആണെന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ കുഴപ്പമില്ല അറിയാം സീനില്ല. ഇപ്പഴും നമ്മൾ അയ്യോ പട്ടി ഇവിടുന്ന് പട്ടി വരുന്നുണ്ട്. മോനെ എനിക്ക് അടിക്കാൻ അറിയാത്തതിന്റെ അല്ല, ഞാനങ്ങ് വെറുതെ വിൽക്കുന്നേ. പിന്നെ പാട്ടും കൊണ്ട് വന്നപ്പോ ഒന്നാമത് ഇതെല്ലാം കട്ട് 3 കിലോ ഡിഫറൻസ് ഉള്ളേ. മണ്ടയ്ക്കാ ഇത് കളിക്കാൻ സർജിക്കൽ സ്ട്രൈക്ക് ഇനി അതേ പറ്റത്തുള്ളൂ. കുഞ്ചിപ്പിയല്ലേ മുഞ്ചണം. ഓ ഇവിടെ ബോംബൊക്കെ ഇട്ടിട്ട് പറ്റിയാണല്ലേ. തരാം സർജിക്കൽ സ്ട്രൈക്ക് അല്ലടാ, ഇതൊക്കെ കലിപ്പന്റെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞേ. ഈ സാധനം ഉപയോഗിച്ചിട്ടൊന്നും കൊല്ലാൻ പറ്റിയില്ലേ ഞാൻ. പിന്നെ അതിലാരണ്ട് എണ്ണ ഒഴിച്ച പോലെ അങ്ങ് നനേ. എനിക്കെന്താ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. ഗൗരീനെ കൊല്ലണമെന്നുണ്ടായിരുന്നു. ഞാൻ സ്കോർ സ്ട്രീക്ക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഇപ്പഴും കിടക്കും. ഞാൻ അതൊക്കെ വെച്ചറിയുന്നത് തീർത്തപ്പോഴേ കളി തീർത്തനെ. അപ്പൊ അണ്ണാക്കിൽ വന്ന് കയറി തോക്കിന്റെ കൊണ്ട് അതുകൂടെ മേടിച്ചു. കൊന്നറ എന്റെ പട്ടീനെ കൊല്ലുന്നറ നായേ. പുല്ല് എന്തുവാടാ, എന്ത് ചൂടാണ് ഈ നാട്ടില്. അല്ല അമേരിക്കയിലെ ലണ്ടനിലെ തിരിച്ചാ മതി. വരുന്നുണ്ട് ആരും വരുന്നുണ്ട്. ഓടിക്കോ. അയ്യോ എന്റെ പള്ളി മാറാ. സീഫർ നോക്കണം മാറാ. മാറിക്കോ. യോ പട്ടി വരുന്നുണ്ടേ. എന്താ ചെറുക്കനെ കൊല്ലുന്ന നായേ. ഞാന് വേറൊരു കാര്യം കാണിച്ചാ. ആരാണെങ്കിലും ആർക്കാണോ മിസൈൽ. ഇനി അടുത്തരാം. ഇതിപ്പോ എവിടെയെങ്കിലും പറക്കണം. മോനെ ഞാൻ ഇവിടുന്ന് വരുമോ? വെയിറ്റ്. Learn from mistakes. It's okay, ra.
ഒളിച്ചൊക്കെ ഓരോ മൂലത്തിരിക്കുന്നു കള്ളന്മാർ. ഓ അത്ര ഉള്ള നീ ഒരു MVP ആക്കിയാ അണ്ണൻ ഒരു MVP ആകും. നൈസ് കളിയായിരുന്നു. നൈസ് കളി. പെല്ലാടി മിസ്റ്റർ നൾസൈറ്റ് സെറ്റ് കളി കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ എങ്ങനാ ഇനി കളിക്കുന്നുണ്ടോ? യെസ്. വെടിവെച്ച് കൈയൊക്കെ തണുപ്പിച്ചടാ.